ഹലോ, ഒരു 2 കിലോ അരി ഉഴുന്നും കൂടെ എടുത്ത് വെച്ച് തരട്ടെ. അല്ല, ആട്ടി തരാമെങ്കിൽ രാവിലെ ഇഡലി ഉണ്ടാക്കായിരുന്നു. ഇത് ഹോട്ടലല്ല, ഹോസ്പിറ്റലാണ്. മനസ്സിലായില്ലേ? എന്തായി കാണിക്കണത്? എന്തായിട്ട് ആട്ടണത്? അല്ല, സിസ്റ്റർ എന്നോട് ആട്ടാൻ പറഞ്ഞപ്പോ ഞാൻ ആട്ടി. ഇല്ലെങ്കിൽ സിസ്റ്റർ എനിക്ക് ഇട്ടാട്ടും, അതുകൊണ്ട് ആട്ടിയതാ. എന്താ ഇത്? എന്തായി കാണിക്കണത്? ഡോക്ടർ ഒന്നിങ്ങി വന്നേ. അതെ, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഫ്രീ ടൈമിലെ റീൽസ് എടുക്കും. ഇതിന് നമുക്ക് വേറെ വരുമാനം കിട്ടും. അതിനിങ്ങനെയൊക്കെ ദേഷ്യപ്പെടാവോ? അല്ല, ദേഷ്യപ്പെട്ടതല്ല ഞാൻ. എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. എടോ, ഞാനിവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലോ. അതെ. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയത്? നമ്മുടെ ചന്ദ്രൻ ചേട്ടനില്ലേ, വയറിന് അസുഖമായിട്ട് വന്നില്ലേ? നമ്മുടെ 8ാം വാർഡിൽ കിടക്കണം. ഇന്നലെ സർജറി ആയിരുന്നു. ആണോ? ആരാ സർജൻ? അതറിയാൻ പാടില്ലേ? ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരാണ് സർജൻ. ഇവിടെ ഇരിക്കും. താങ്ക് യു. എന്നിട്ട് താൻ ക്ലാസ് എടുക്ക, ഞാൻ പഠിക്കാം. എടാ, അതാണോ ഞാൻ ചോദിച്ചേ? ഓപ്പറേഷൻ ചെയ്ത സർജൻ ഡോക്ടർ ആരാണെന്നാണ് ചോദിച്ചത്. അത് മാത്യൂസ് ഡോക്ടർ. അതന്നെ മാത്യൂസ് ഡോക്ടർ. അയ്യോ, മാത്യൂസ് ഡോക്ടറോ? ഉള്ളിനെ കൊണ്ടാണോ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യിച്ചത്? എടാ, ഒന്നാമത് അത് വ്യാജ ഡോക്ടറാണ്, എന്നെ പോലെ തന്നെ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ ഞങ്ങൾ പോണതാ. ആ പുള്ളിനെ കൊണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യിച്ച ഞാനിത് ആരോട് ഉത്തരവാദിത്തം പറയും? ഒരു ലൈൻ ഇട്ടാ തന്നെ. പുള്ളി എന്തോരം ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോരം നഴ്സുമാരായിട്ട് ലൈൻ ഇട്ട് സിസ്റ്റർ ലൈൻ ഇട്ടാ നോക്കി. എടാ, അതല്ല, ഒരു ലൈൻ വരച്ചാൽ തന്നെ ECG എടുക്കണ പോലെ പോണ സാധനമാണ്. ആ മനുഷ്യനൊക്കെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? അയ്യോ ഡോക്ടർ, ഇന്നലെ ഓപ്പറേഷൻ നടന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തായിരുന്നു പ്രശ്നം? ഒന്നും പറയണ്ട, മൊത്തത്തില് പ്രശ്നമാണ്. 2 മാസമായി വാടക കൊടുത്തിട്ട് ഇവിടുത്തെ ശമ്പളം ഒന്നും തികയുന്നില്ല. പിന്നെ കെട്ടിയോന് കിട്ടുന്ന കാശ് മരുന്ന് വാങ്ങിക്കണം. എന്തുവായിരുന്നു? മയക്കുമരുന്ന്. അയാൾ അടുത്ത് തന്നെ കാറ്റ് പോവും. അപ്പൊ എനിക്ക് വിധവാ പെൻഷൻ കിട്ടുമല്ലോ. ആ വിധവാ പെൻഷൻ കൊണ്ട് ഞാനൊരു വലിച്ചു എന്റെ അതാണോ ഞാൻ ചോദിച്ചത്? എടോ, അയാളുടെ പ്രശ്നം എന്തായിരുന്നു? പുള്ളി കയറ് വിഴുങ്ങിന്നാണ് മാത്യു സാറ് പറഞ്ഞത്. ടയറോ? ടയറല്ല, കയറ്. അത് അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ്. അതെ. എക്സ്റേ ഉണ്ട് ഡോക്ടറെ. ഒന്ന് കാണിച്ചേ. നോക്കട്ടെ. ഇതാണ് എക്സ്റേ അല്ലേ? അതെ. എന്തായിരുന്നു എടുത്ത് കളഞ്ഞത്? ഇതാണോ എടുത്ത് കളഞ്ഞത്? കയറ്. കയറ്. എടുത്ത് കളഞ്ഞു അല്ലേ? കളയണ്ടായിരുന്നു. എന്താ? വൻകുടലായിരുന്നു. അത് ഒന്ന് എടുത്ത് അകത്ത് വെച്ചിട്ടൊന്ന് തുന്നിക്കെട്ടാൻ പറ്റുമോ? ഞാൻ പറയാം. ഒന്ന് ചെയ്യണേ. പറഞ്ഞേക്കാം. മൊത്തത്തിൽ പറഞ്ഞു. ഡോക്ടറെ, ഒരുത്തം ഇങ്ങോട്ട് വരുന്നുണ്ട്. അവന്റെ അച്ഛൻ അങ്ങനെ ആരെയും പേടിക്കണ്ട. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ. താങ്ക് യു. എന്താ പേരെന്നാ പറഞ്ഞേ? പേര് പറഞ്ഞില്ല. അല്ല, ഒന്ന് പറയാൻ പറ്റുമോ? ധനേഷ്. ധനേഷ്. എന്തായിരുന്നു പ്രശ്നം? 5 വർഷം മുമ്പ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. ആണോ? എന്തായിരുന്നു? ഒരു ഓപ്പറേഷന് വേണ്ടിയാ വന്നത്. ഇവിടെ? അതെ. ആരായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്? ഡോക്ടറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. ഞാന്? എന്നിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. താങ്ക്സ് ഗോഡ്. അന്നെന്തായിരുന്നു ആക്ച്വലി? അപ്പറന്റിസ്. ഏത് കമ്പനിയുടെ? അല്ല, വയറിന് അപ്പൻഡിസ്. അത് തന്നെ. എന്നിട്ട് ഇപ്പൊ എനിക്കേ 3-4 പ്രശ്നങ്ങളുണ്ട്. പറയൂ. ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്നു. അതൊന്നും മാറ്റിയെടുക്കാൻ എന്താണ്? അല്ല, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പറയാം. ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. അതെ. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചിട്ടില്ല. എന്നാ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നത് തീരുവോ? അതല്ലടാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ലല്ലോ. സ്വപ്നം കാണും. അത് കൊള്ളാമല്ലേ? അതെ. പിന്നെന്ന് പറഞ്ഞാലേ വയറ് ഭയങ്കര വേദന. ആണോ? വയറ് ഭയങ്കര പ്രശ്നം. അവിടെ ഇരുന്ന് അത് ഫുഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. സാധാരണ ഇപ്പൊ മായം ചേർന്ന ഫുഡാണല്ലോ എല്ലാരും കഴിക്കുന്നത്. അപ്പൊ ഈ മായം ചേർന്ന ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, ഇന്നലെ ഞാൻ മായം ചേർന്ന ഫുഡല്ല കഴിച്ചത്. ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരന്റെ അടുത്ത് ഞാൻ പോയിരുന്നു. അവന് ജൈവ കൃഷി ഉണ്ടേ. അപ്പൊ അവിടെ നിന്ന് മായം കലരാത്ത ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്. അതിനുശേഷമാണ് വയറിങ്ങനെ വേദന തുടങ്ങിയത്. അപ്പൊ അതാണ് പ്രശ്നം. എല്ലാ ദിവസവും ഈ മായം കലർന്ന ഫുഡല്ലേ താൻ കഴിക്കണത്. അതെ. അപ്പൊ ഒരു ദിവസം മായം കലരാത്ത ഫുഡ് കഴിച്ചപ്പോൾ അത് നമ്മുടെ ശരീരം ഉൾക്കൊണ്ടില്ല. ഇത് എക്സാമ്പിൾ, ഇത് മായം കലർന്ന ഫുഡ്, ഇത് മായം കലരാത്ത ഫുഡ്, ഇത് മായം കലർന്ന ഫുഡ്, ഇത് മായം കലരാത്ത ഫുഡ്. അപ്പൊ ഇത് തമ്മിലിങ്ങനെ ഒരു മിനിറ്റ്. ഞങ്ങളുടെ അമ്പലത്തിൽ കരകാട്ടത്തിന് 16-ാം തീയതി. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നങ്ങൾ മൊത്തം. ഡോക്ടറെ, പരിശോധിക്കണ്ടേ? പരിശോധിക്കണം. വരൂ. പരിശോധിക്കണം. പോക്കറ്റിൽ കീസൊക്കെ കൈയിടുന്ന അല്ല, എന്തെങ്കിലും ഉണ്ടോന്ന് പരിശോധിക്കണ്ടേ? എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ലെന്ന്? എന്താ പേര്? ധനേഷ്.
5 പൈസയിൽ അവന്റെ പേരെന്തെന്നറിയാമോ? ധനേഷ്. നീ മണേഷ്. 5 പൈസ വന്നേക്കണം. ക്രെഡിറ്റ് കാർഡൊക്കെ വരില്ലേ? എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ ചെയ്യണം. മേജറിന് നീയൊക്കെ വരുമോ? എന്തിന്? മേജർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അതാണോ പറഞ്ഞത്? മേജർ ഓപ്പറേഷൻ ചെയ്യണം, ശസ്ത്രക്രിയ. എനിക്കാ? ആ. അയ്യോ, അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനീ പേടിക്കണ്ട, പേടിക്കണ്ട. അല്ല ഡോക്ടറെ, എനിക്ക് പേടിയാണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോ എനിക്ക് പേടിയാണ് ഡോക്ടറെ. എന്തിനാണ്? ധൈര്യമായിട്ടിരിക്കും. ഓപ്പറേഷൻ അല്ലേ, പേടിക്കണ്ട. എനിക്ക് പേടിക്കണ്ട. ഞാൻ ചത്തുപോകും ഡോക്ടറെ. ഒരിക്കലുമില്ല, പേടിക്കണ്ട. എന്താ ഈ കാണിക്കുന്ന ഇയാള്? എന്തിനാ? ഡോക്ടറുടെ കൈയാണ് വിറക്കണത്. ഡോക്ടറുടെ കൈ വിറക്കണത്. അങ്ങനെ പേടിക്കരുത്. ഡോക്ടറുടെ കൈ വിറക്കണത്. ഒന്ന് ഒപ്പിച്ചോ. ആ എക്യുപ്മെന്റ്സ് ഒക്കെ റെഡിയാക്കും. മയക്കണ്ടേ? എന്നെ മയക്കണ്ട, അവരെ അവിടെ മയക്കാം. കിടക്കങ്ങോട്ട്. വയറിന് മയക്കി പോവോ? നീ മയങ്ങൂല, വയറ് മാത്രമേ മയങ്ങുള്ളൂ. അത് മതി. എക്യുപ്മെന്റ്സ് റെഡിയാക്കും. പേടിക്കണ്ട. എനിക്ക് വയ്യ. കൊടുത്തോ? ഡോക്ടറെ, ഇത് വല്ല അറവ് ശാലയാണോ? സാധാരണ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഇതൊക്കെ രാഗി വിരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ചെയ്യാനുള്ളത് ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതല്ലേ? റെഡിയായി ഡോക്ടറെ? റെഡിയാണോ? ഇത് മൂടണം. എന്നെ ഒന്ന് പിടിച്ചോളണേ, ശ്രദ്ധിച്ചോളണേ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയ്യോ. മാസ്ക് എനിക്ക് ആരെങ്കിലും കണ്ടാലും. ഇത് ഭയങ്കര ഡേഞ്ചറസ് പിടിച്ച കുട്ടികളെല്ലാം കണ്ണടച്ചിരിക്കും. ആശുപത്രിയുടെ പുറത്തേക്ക് ഓഡിയൻസ് നോക്കി നിൽക്കുന്നു. ഓപ്പറേഷൻ തുടങ്ങിക്കോ. ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. 1 2 3 സ്റ്റാർട്ട്. അയ്യോ അമ്മേ. ദിൽഖസ്മിതയുടെ പടമല്ലേ ഇത്? ഓപ്പറേഷനാണ്. എന്താ കണ്ടെത്തി. എന്ത്? 5 വർഷം മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായ കത്രിക കളഞ്ഞു കിട്ടിയിരിക്കും. അല്ല, അതിനെന്തിനാ കരയണം സിസ്റ്റർ? കത്രിക കാണാതെ പോയതല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കള്ളിയാക്കിയത്. ഇതാണ് പറയണത്, ദൈവം ഉണ്ടെന്ന്. യഥാർത്ഥ കത്രിക കള്ളൻ ദാ കിടക്കണേ. ഇവനാണ്. നിങ്ങൾ തോന്നിയാസം കാണിച്ചോണ്ട് ഞാൻ കളറാണ്. എവിടത്തെ ന്യായം? ഞാനല്ലേടോ 5 വർഷം ഈ വയറിനകത്ത് എന്റെ കത്രിക എടുത്ത് വെച്ചത്. നിങ്ങളല്ലേ എന്റെ വയറ്റിനകത്ത്? നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കാം. ആ വയറൊന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത്. ഉയ്യോ ഡോക്ടറെ, 5 വർഷം മുമ്പ് കാണാണ്ട് പോയത് എന്റെ മോതിരം. അത് ഗോൾഡ് ആണോ? അല്ല, മുക്കുണ്ടാ. ആണോ? എന്നാ അവിടെ തന്നെ ഇട്ടേര്. അവിടെ കൊണ്ടിട്ട്. ഡോക്ടർ, ഒരു ചെറിയ സംശയം. പറയൂ. ഇതെന്റെ വയറാണ്, എനിക്ക് വല്ല ബാങ്ക് ലോക്കറാണ്? അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. വേറെ എന്തുണ്ട് ഡോക്ടറെ ഇവിടെ? കിട്ടിയില്ലോ. വയറ്റില് വേറെന്താ കിടക്കണ്? ആണോ? എന്താ ഇത് കാരണം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. എന്റെ കാണാതെ പോയ മൊബൈല് അവന്റെ ബൈക്കിൽ കിടക്കുന്നു. എന്റെ മൊബൈല്. എടാ, ഈ മൊബൈൽ കാരണം എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ? ഇത് ഞാൻ അന്ന് വൈബ്രേറ്ററിലായിരുന്നു ഇട്ടിരുന്നത്. അത് കാരണം ബെല്ലടിച്ചിട്ട് ഇത് കേട്ടുമില്ല. ഈ സാധനം വൈബ്രേറ്ററി കിടക്കരുതാ. വെറുതെ അല്ല, ഞാൻ എവിടെ ചെന്നാലും പറഞ്ഞ സൗണ്ട് കേൾക്കണത്. ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ലേ തെറ്റിദ്ധരിച്ചോളൂ. എന്റെ ഭാര്യ എന്നെ തെറ്റിദ്ധരിച്ചു. എങ്ങനെ? ഈ ഭാര്യ ഈ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ. എടാ, നീ ജനുവരി 17 ബോംബെക്ക് പോയാ? ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി. ഞാനൊരു പെണ്ണുമായിട്ട് പോയെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ എന്തെല്ലാം അവളീ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള. നീ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി കഴിഞ്ഞ് ബാറിൽ പോകല്ലേ? അതും എന്റെ തലയിൽ. അപ്പൊ എങ്ങനെയുണ്ട്? ഓരോ പ്രശ്നങ്ങളും എന്റെ തലയിൽ ഈ ഫോൺ കാരണം. അതേതായാലും കിട്ടിയല്ലോ, അത് മതി. അല്ല ഡോക്ടർ, ഇതെന്താ ചാർജിങ് സ്റ്റേഷൻ ആണോ? അല്ല, ഇത് പറഞ്ഞ പോലെ ഇത്രയും നാളും എങ്ങനെ ചാർജ് തന്നത്? ഇത് ഡെയിലി ആ വൈകുന്നേരം ചാർജ് ചെയ്യാറുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ചാർജ്. നമ്മൾ അടക്കേണ്ട റൂട്ടുകൾ അടക്കണമല്ലോ, ഇല്ലെങ്കിൽ അതൊരു വിഷയമാകും. ഏതായാലും ഇത് കിട്ടിയല്ലോ. അതെ, ഇനി എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടോ? ഒന്നുമില്ല, തീർന്നു. മൃദുപിള്ള എന്നെ ഒന്ന് കെട്ടാമോ? പറയുന്നേ എനിക്ക് ഭർത്താവും 2 മക്കളും. അതല്ല, ഇതൊന്നും തുന്നി കെട്ടാമോന്ന്. അയ്യോ, തുന്നി കെട്ടണ്ട. തൽക്കാലം സിബിടാ. സിബ് ആവശ്യത്തിന് തുറക്കും പൂട്ടും ചെയ്യാലോ. 5 വർഷം വീണ്ടും വേണല്ലോ. അങ്ങനെ ഞാൻ ഇത് ഞാൻ കൊടുക്കൂല. പതുക്കെ പതുക്കെ. ഇനി വയറ്റുന്നു വല്ലതും മാറിയില്ലേ? കുഴപ്പമൊന്നുമില്ല. ഇല്ല. ആ, ഡോക്ടർ എവിടെ? ഇതെവിടെ ഉണ്ട്? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. 5 വർഷം കത്രിക വയറിനുള്ളിൽ കിടന്ന കുഴപ്പമില്ലേ?
ഒരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ലേ? തനിക്കല്ല, കത്രിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, അത് തുരുമ്പടിക്കൂല, അതിന്റെ പെയിന്റ് പോവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. ഇവിടെ 5 വർഷമായിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ കത്രി എന്റെ വയറ്റിൽ കിടക്കരുന്നില്ലേ? അപ്പൊ ഇത്ര നാള് നിങ്ങൾ എങ്ങനെ ഓപ്പറേഷൻ ചെയ്ത്? നമ്മള് ഈ വെട്ടികളൊക്കെ അതൊക്കെ നമ്മുടെ വീട്ടിൽ മീൻ വെട്ടണ കത്തി, പിറകു കീറണ അരിവാള് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പുറത്തുനിന്ന് ഒന്നും എക്സ്പെൻസ് പുറത്തുനിന്ന് ഈ വക തോന്നിയാസങ്ങള് നാട്ടുകാർ കാണുന്നില്ലേ? ആരും കാണൂല. ഇത് അതെന്താണ്? ഇതെന്നാന്ന് വെച്ചാലേ, ഈ ഓപ്പറേഷൻ ചെയ്യണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കാണൂല. അവരെ നമ്മൾ മയക്കി കിടത്തൂല്ലോ. ഉവ്വ. പിന്നെ പുറത്തുനിന്ന് നമ്മൾ ആൾക്കാരെ കേറ്റൂല, ആരെ ബന്ധുക്കളെ ഒന്നും കേറ്റൂല. പിന്നെ ഞങ്ങള് ഇവനെ പോലും ഞാൻ കേറ്റൂലല്ലോ. ഞങ്ങള് തമ്മിൽ അവിടെ നിന്ന് ചെയ്യുന്ന ഒരു പരിപാടി അത്രേ ഉള്ളൂ ഇവിടെ. ഇത് കൂടുതൽ കൂടിപ്പോയിട്ടാണ് കരങ്ങൾ മുഴുവൻ എന്റെ വയറ്റിനകത്ത്. അതെ അതെ, നമ്മൾ ഇതൊക്കെ ശീലമുള്ള. അതെ, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ പോവാ. എന്നിട്ട് ഞാൻ ലോകത്തോട് മുഴുവൻ പറയും, താൻ ഒരു വ്യാജ ഡോക്ടറാണ്, തനിക്കൊരു പുല്ലും അറിയില്ല. അല്ല, അതെ, ഞാനൊരു വ്യാജ ഡോക്ടറാണ് എന്നും പറഞ്ഞത് നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ട കാര്യം. താൻ ഇങ്ങോട്ട് മിണ്ടാൻ നിൽക്കരുത്. തന്റെ പണി ഞാൻ തെറിപ്പിക്കണോ? ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊന്നതാണോ താൻ ജീവിക്കുന്നത്? തന്റെ പണി ഞാൻ തെറിപ്പിക്കണോ? ഞാനിപ്പോ ശരിയാക്കി തരാണോ? എന്റെ ദൈവമേ, ഈ പണി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിത് എങ്ങനെ ജീവിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ജീവിക്കും? ഡോക്ടർ പേടിക്കണ്ട. ദേ, ഈ ഫോൺ ഉള്ളിടത്തോളം കാലം നമ്മൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കും. എങ്ങനെ? റീൽ